ഇപ്പൊ മോഷണൽ ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എൽ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ വിച്ച് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി വി. ഇതിന്റെ ടൈമിൽ നമുക്ക് മോഷണൽ ഇ എം എഫിന് എഴുതാം ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വി ഇൻറ്റു എൽ. ഇത് ക്ലിയർ അല്ല? അപ്പൊ ഇതൊരു കൺസെപ്റ്റ് ആണ്. അതായത് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണിനെ ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ലോറൻസ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഒരു സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. ഏത് സൈഡിലേക്കാണോ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്ത ആ സൈഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും ഇടയിലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇതേ ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇതേ ഇലക്ട്രിക് ഫീൽഡിലാണ് ചാർജ്, അതിലുള്ള ഇലക്ട്രോൺസ് ഇരിക്കണേ എന്നുള്ളതുകൊണ്ട് ആ ഇലക്ട്രോൺസ് മേ അഗൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും.